ഫൈനലി ഇറ്റ് ഇസ് സമ്മിറ്റ് ഡേ. സമ്മിറ്റ് ഡേ നമ്മൾ രാവിലെ 1:30 എണീച്ച് എല്ലാവരും ഫ്രഷനപ്പായി റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. പുലർച്ചെ 1:30 2 o'clock ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അതേപോലെ തന്നെ വളരെ ഭയങ്കര ഇരുട്ടാണ്. സോ എവ്രിബഡി ഹാവ് ടു ട്രക്ക് വിത്ത് ദെയർ ഹെഡ്ലൈറ്റ് ലാംപ്സ് ഓൺ. അങ്ങനെ നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഈ ഏർലി മോർണിംഗ് ആണെങ്കിൽ കൂടെ നമുക്ക് 2-3 ധാബകളുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു 3 or 4 ധാബാസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും റിഫ്രഷ്മെൻറ്റുകളുണ്ട്. നല്ല ചൂടോടെ ചായ കുടിച്ച് നമുക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റും. അതുപോലെ ഒരു ധാബയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. സമയം എത്രയെന്നറിയോ? 3:30. അപ്പോൾ നമ്മുടെ 1 മണിക്കൂർ ട്രക്കിങ് ഏകദേശം സെറ്റായി. ഭയങ്കര പൊടിയാണ്, അതാണ് ഭയങ്കര സീന്. നമ്മൾ വന്ന് ഏകദേശം മുകളിലെത്തി. അയ്യോ, ഈ ലൈറ്റിന്റെ ജാതകം കണ്ടു, അതാണ് നമുക്ക് കയറേണ്ടത്. വേറൊന്നൊരു കുഴപ്പമില്ല, പക്ഷെ പൊടി സഹിക്കാൻ പറ്റുന്നില്ല, തണുപ്പൊന്നും സീനില്ല. ഞാൻ ട്രക്ക് ചെയ്തത് ആക്ച്വലി ഡിസംബർ ലാസ്റ്റ് വീക്കാണ്, 25 ആ ഒരു വീക്ക്. ഭയങ്കര റഷായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ്. നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ ഫുൾ ലൈറ്റ്സ്, കിലോമീറ്ററോളം ഈ ലൈറ്റ്സ് ഉണ്ട്. ഈ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നത്. നമുക്ക് കയറുമ്പോൾ ട്രാഫിക് ജാം പോലും ഉണ്ടായിരുന്നു. സോ ഐ ഹൈലി ഡോണ്ട് റെക്കമെൻഡ് കമ്മിങ് ഇൻ പീക്ക് ടൈം. അങ്ങനെ തണുപ്പും ഈ പൊടിയുടെ എല്ലാ ഇടയിൽ ഇങ്ങനെ ഫൈനലി ഇങ്ങനെ ചെറിയ വ്യൂ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ സൺറൈസിൻ്റെ ലൈറ്റ് ഇങ്ങനെ വന്നു തുടങ്ങി. ആൻഡ് വി ആർ ഓൾമോസ്റ്റ് അറ്റ് ദ ടോപ്പ്. ഫൈനലി 12,500 feet is done. ഇതാണ് ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് ദ പീക്ക് ആൻഡ് ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. കഷ്ടപ്പാടിന് ശേഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ട്രക്ക്? ഈസി അല്ല, പക്ഷെ അതെ വ്യൂ ഭയങ്കര വേർസ്റ്റാണ്. ശരിയാട്ടോ, ഭയങ്കര പൊടി, പക്ഷെ വ്യൂ രക്ഷയില്ല കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും മലകളുടെ മുകളിലാണ് നമ്മളുള്ളത്. ഇത്രയും മഞ്ഞുമലയൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിനെക്കാട്ടിലും ഒരുപാട് മഞ്ഞ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നെങ്കിലും ഇതുപോലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മുകളിലെ പീക്ക് വ്യൂ എന്തായാലും ആബ്സല്യൂട്ട്ലി അമേസിങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും മഞ്ഞ് മലകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ സൺറൈസ് വാസ് ഓൾസോ ആബ്സല്യൂട്ട്ലി ഗുഡ്. എന്തായാലും ആയിട്ട് എഫേർട്ട് ഭയങ്കര വെർത്തായിട്ട് തോന്നി. അവിടെ ഇരിക്കുമ്പോഴുള്ള ഫീലിംഗേ വേറെയാണ് കേട്ടോ. പറയാൻ നല്ല റഷ് ഉണ്ടായിരുന്നു. അതേപോലെ നല്ല ഡിഫിക്കൽട്ടായിരുന്നു മുകളിൽ വരാനായിട്ട്. അതേപോലെ തന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട് ബട്ട് വർത്ത് ഇറ്റ്. അങ്ങനെ രാവിലെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രക്ക് 6:45 അപ്പോഴാണ് നമ്മൾ പീക്കിലെത്തുന്നത്. സൺറൈസ് ആയിട്ടില്ല, പക്ഷേ ഇത് തുടങ്ങി ലൈറ്റ്സ് ഒക്കെ വന്നു. ഇതിൻ്റെ പീക്കിൻ്റെ വേറെ സൈഡായിരുന്നു. അവിടെ ഫുൾ ഇങ്ങനെ മലകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. കയറി വന്ന വഴിയാണ്, നമുക്ക് തിരിച്ചു പോകേണ്ട വഴിയാണിത്. ഞങ്ങൾ പിന്നെ ഏർലി മോർണിംഗ് വന്നതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല. അതായത് എന്ത് ലാൻഡ്സ്കേപ്പിലൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായില്ല. അത് നമ്മളിൽ മറ്റേ ഹെഡ്ലൈറ്റ് വെച്ച് താഴെ നോക്കി മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാനായിട്ട്. കാരണം അത് ഇത്രയും ദിവസം നമ്മൾ മഞ്ഞുമലകൾ ഇങ്ങനെ ദൂരെ കാണുമായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ സെയിം ലെവലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ട്രെക്ക് ഡൗൺ ഉണ്ടാവുക. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. കാരണം അത്രയും പൊടി നമ്മൾ ചിലവിടേക്ക് ഇങ്ങനെ നിരങ്ങിയിട്ടൊക്കെയാണ് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫുൾ പൊടി പിടിച്ച് ആകെ ഇതായി.
പിന്നെ ഞങ്ങൾക്ക് ടോപ്പിൽ ആകെ കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ, കാരണം എനിക്കൊക്കെ ഈ നോസ് ബ്രൈറ്റ് ഒക്കെ വന്നായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന, എനിക്ക് ചെറുതായിട്ട് മൂക്കിൻ്റെ അറ്റത്തൊക്കെ കണ്ട ചോന്നിരിക്കുന്നത്, അത് മറ്റേ ഫ്രോസ്റ്റ് ബൈറ്റൊക്കെയാണ് നമ്മുടെ ഫിംഗർ ടിപ്സിലൊക്കെ വരുന്ന പോലത്തെ. അതുകൊണ്ട് ഞങ്ങൾക്ക് മുകളിലൊന്നും ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, മുകളിൽ നല്ല തണുപ്പാണ്. പക്ഷെ നമ്മളിങ്ങനെ കയറിയപ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടോ. ഓക്കെ, ഇത് കൂടെ നമ്മൾ കയറിയത്. ഇപ്പോഴാണ് എല്ലാം സെറ്റായത്. എനിക്കൊന്ന് ട്രക്ക് ഡൗൺ ആണ് അടിപൊളി. ഈ ട്രക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നേ. ഈ പ്ലാന്റ് ഇവിടെ നിന്നിട്ട് താഴ്വാരം വരെ ഇതേ പ്ലാന്റാണ്. എന്ത് പ്ലാന്റ് ആണെന്ന് അറിയാം, ചെറിയ ചെറിയ പൂവൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ടു സീ. നമ്മൾ ഈ ഫുൾ മലനിരയിലാകെ പൈൻ ട്രീസും പിന്നെ ഈ ഇങ്ങനെ 1-2 ചെടികൾ മാത്രമാണ് നമ്മൾ കണ്ടുള്ളൂ. ഇവിടെ നിന്ന് ഈ ഫുൾ ആ ചെടിയുടെ ഇങ്ങനെ ഒരു കാർപ്പറ്റ് പോലെയുള്ളതും പിന്നെ അതിന് ഫ്രണ്ടിൽ അത്രയും മലകളും കാണാൻ നല്ല രസം. ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നേ. ഇതാണ് നമ്മുടെ ടീം. 2 മണിക്കൂറും കൊണ്ട് കയറിയ മല ഞങ്ങൾ 1/2 മണിക്കൂറും കൊണ്ട് ഇറങ്ങി താഴെ എത്തി. ഇന്ന് തന്നെ ഞങ്ങൾ സാങ്ക്രിയില്. ഇതാണ് നമ്മുടെ അമേസിങ് ടീം. ഇവരുടെ കൂടെയൊക്കെ ചളിയടിച്ചൊക്കെ താഴെ എത്തുന്ന സമയം നമ്മൾ പോണത് അറിയേയില്ല. അങ്ങനെയാണ് നമ്മൾ എൻജോയ് ചെയ്ത് കയറി ഇറങ്ങിയത്. ഞങ്ങൾ വരുമ്പോൾ കാണാൻ മിസ് ചെയ്ത ഒരു ഐസ് വാട്ടർഫോൾ ആണിത്. പക്ഷേ ഇത് ഇതിന്റെ ഒഴുകി വരുന്ന വെള്ളം അങ്ങനെ ഐസ് ആയിക്കല്ലേ. വെള്ളച്ചാട്ടം മൊത്തത്തിൽ ഐസ ടൈപ്പ് ഫുള്ളായിട്ട് ഐസ്. അങ്ങനെ നടന്നാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തി. അതാണ് നമ്മുടെ ഈ ധാബ. നമ്മൾ കയറുമ്പോൾ നമുക്ക് 3 ടച്ച് പോയിന്റ് ഉള്ളത്. ഫസ്റ്റ് ഒരു ധാബ, സെക്കൻഡ് ധാബ, പിന്നെ തേർഡ് ഒരു ധാബ, പിന്നെ നമ്മൾ സ്റ്റീപ്പായിട്ട് കയറും. ഇപ്പം നമ്മൾ 2 ധാബ ഇറങ്ങി. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അതും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബേസിലെത്തും. എന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ധാബയുടെ അവിടെ എത്തി. ഇനി വളരെ കുറച്ച് ദൂരം മാത്രം എന്നാണ് വിശ്വാസം. നമുക്ക് ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഏകദേശം 10 മണി വരെ. ഇതാണ് സീന്. അല്ലാതെ കാലിൻ്റെ പണിയൊക്കെ ഒരു ഇതായിട്ട് നമ്മുടെ ഈ ഇറങ്ങണോണ്ട് നമ്മുടെ ടോസ് അതിൽ തട്ടിയിട്ട് നല്ല വേദനയുണ്ട്. നമ്മുടെ ബേസ് ക്യാമ്പ് തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മൾ പോകുമ്പോൾ 4 മണിക്കൂർ ട്രക്ക് ചെയ്ത് പോയത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ 2.5 മണിക്കൂറുണ്ട് വന്ന്. ഒന്നും തണുപ്പില്ല, പിന്നെ ഇറക്കമായതുകൊണ്ട്. ഇതോ ആ കാണുന്ന നമ്മുടെ ക്യാമ്പ്. നമ്മുടെ ബേസ് ക്യാമ്പിലൊക്കെ കണ്ടോ, ഈ വെള്ളം ഉള്ള സ്ഥലമൊക്കെ ഫുൾ ഐസാണ്. ആക്ച്വലി ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. മഴ പെയ്യാത്തതുകൊണ്ട് സ്നോ ഇല്ലാത്തതാ, ഇല്ലെങ്കിൽ പൊളിച്ചായിരുന്നു. എന്താ ബേസ് ക്യാമ്പിൻ്റെ രസം. ഇവിടെ രാത്രി ഫുള്ള് സ്റ്റാർ വരാതെ നമുക്ക് വീഡിയോയിൽ വരുന്നത്. കുറച്ച് അടിപൊളി പിക്ചേഴ്സ് ഉണ്ട് അതിന് അടിയിൽ നിന്നാണ്. പക്ഷേ ഡേയിൽ വേറെ ഭംഗി, നൈറ്റിൽ വേറെ ഭംഗി. ഫൈനലി നമ്മളെത്തി.
എല്ലാവരുടെയും അവസ്ഥ കുറച്ച് ശോകമായിട്ടുണ്ട്. ഇറങ്ങി വരുന്നവർ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് മുഖവും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി ഒന്ന് ഉഷാറാവണം. അതുകൊണ്ട് വേണം നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ താഴത്ത് ജുഡാക്ക താലാബ് വരെയും ട്രക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പം സമയം ഏകദേശം 3 മണി. നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തി. പക്ഷേ നമുക്ക് താഴെ ഒന്നും റൂമില്ല എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റ ഡേയിൽ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാതെ നേരെ താഴേക്ക് സംഗ്രഹിക്ക് അടിച്ചിട്ട് അവിടെ സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര സീസൺ ആയതുകൊണ്ടും റഷ് ആയതുകൊണ്ടും റൂമൊന്നും അവൈലബിൾ അല്ലെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പായ ജുഡാക്ക താലാബിൽ വീണ്ടും തിരിച്ചെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ആകെ ഒരു 2.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ താഴേക്ക്. അത് നമുക്ക് ഒറ്റ ദിവസം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ റൂമിൻ്റെ കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ മിക്കവാറും ഇവിടെ സ്റ്റക്കായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കേദാർഗന്ധ ഇതിൻ്റെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഇത്. നമ്മുടെ കേദാർഗന്ധ ട്രക്ക് ഓൾമോസ്റ്റ് എൻഡായി. നമ്മുടെ ലാസ്റ്റ് 1 കിലോമീറ്റർ കൂടെ നമ്മൾ ഇറങ്ങുന്ന. എല്ലാവരും കാലൊക്കെ നല്ല സീനാക്കിയ അതിനെക്കാട്ടിൽ എല്ലാവരും മറ്റേ എന്താണ് കന്നാസിനെയും കടലാസിനെയും പോലെ ആയിക്കണു. ഡ്രസ്സൊക്കെ പൊടിയൊക്കെ അടിച്ച് സീനായിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് സാങ്കരിയിലെത്തി. ആക്ച്വലി ഇന്നലെ വൈകുന്നേരം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ 2:30 ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫുൾ താഴെ ഇറങ്ങി നമ്മളവിടെ ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്ത്. ഇന്നലെ നമ്മൾ 2:30 പുലർച്ചെ സ്റ്റാർട്ട് ചെയ്ത ട്രക്ക് നമ്മൾ ഇന്നലെ 6 മണിക്കാണ് വൈകിട്ട് തീർന്നത്. 6:30. അപ്പോഴേക്കും കാലൊക്കെ നല്ല വേദനയ്ക്ക്. അപ്പോൾ നമ്മൾ ക്ലോസിങ് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ ഹോം സ്റ്റേ. അപ്പോൾ നമ്മൾ ഹോം സ്റ്റേക്ക് ഇന്നലെ തിരിച്ചു വന്ന് ചൂടുവെള്ളത്തിലൊക്കെ എല്ലാവരും കുളിച്ച് ഇപ്പോൾ കാലെല്ലാം ഓക്കെയാണ്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇന്നലെ ഇറങ്ങുള്ളൂ, കുറച്ച് പേര് ഇന്നേനെ ഇറങ്ങുള്ളൂ. അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മൾക്ക് ഇനി വീണ്ടും ഒരു 8 hours നമുക്ക് ഡെഹ്റാഡൂണിലേക്ക് പോകാനുണ്ട്. പിന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഹാഫ് ഡേ ഉണ്ട് ഡെഹ്റാഡൂണിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നൊക്കെ നോക്കാം. പിന്നെ നമ്മൾ ട്രക്ക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സ്ഥലമൊക്കെ അടിപൊളിയാണ്. നമുക്ക് ട്രക്ക് അടിപൊളിയായിരുന്നു. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു. നമുക്ക് നല്ലൊരു ഗ്യാങ്ങിനെ കിട്ടി. അതുകൊണ്ട് അതെല്ലാം നൈസായിരുന്നു. പക്ഷെ മഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര പൊടി അടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര പൊടിയാണ്. നമുക്ക് ഈ പുലർച്ചെ 2:30 നമ്മൾ കയറുമ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ സാധനം കവർ ചെയ്ത് മൂക്ക് ചെയ്ത് ശ്വാസം മുട്ടും. അതേപോലെ തന്നെ അത് താത്തി വെച്ചാൽ പൊടി കയറും. അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെ പീക്ക് ടൈമായി, ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് അത്രയും തിരക്കിൽ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ബാക്കി മറ്റേ വേറെ എവിടെ ഈ ക്യാമ്പ് നമ്മൾ മുകളിൽ പോകണമെങ്കിൽ നമുക്ക് തിരക്കൊന്നുമില്ല. കാരണം എല്ലാവരും ക്യാമ്പ് വളരെ ദൂരെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോഴൊന്നും നമ്മൾ, അതായത് ഫസ്റ്റ് ജുഡാക്ക താലാബ് പോകുമ്പോഴും പിന്നെ കേദാർഗന്ധ ബേസ് പോകുമ്പോഴും നമുക്ക് തിരക്കറിയില്ല. പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ എല്ലാ ക്യാമ്പിൽ നിന്നുള്ളവർ എല്ലാവരും ഒന്നിച്ച് കയറും. അപ്പോൾ നല്ല തിരക്കറിയാണ്. അതേപോലെ തന്നെ വിൻ്റർ ട്രക്ക് മഞ്ഞുള്ളപ്പോൾ ചെയ്യുന്ന ട്രക്ക് മഞ്ഞ് തന്നെ ചെയ്യണം. കാരണം മഞ്ഞില്ലെങ്കിൽ ആ പ്രതലം ഫുള്ള് പൊടിയാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വ്യൂ നൈസായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റാറി നൈറ്റ്, നമ്മളെ ക്യാമ്പ് സൈറ്റിൽ രാത്രി ഉറങ്ങുന്ന സ്ഥലം ഹെവൻ ആയിരുന്നു. പറഞ്ഞാൽ ഹെവൻ. ഞാൻ അത്രയും സ്റ്റാർസിനൊന്നും കണ്ടിട്ടില്ല മുന്നേ. അത് അടിപൊളിയായിരുന്നു. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഞാനും ഇപ്പോൾ സോളോ അല്ല, നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പാണ്. എന്നാലും ഒറ്റയ്ക്ക് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പൊക്കെ വന്നിട്ട് കുറേ ആയി. അപ്പോൾ അതും ഒരു റിഫ്രഷ് ചെയ്ത എക്സ്പീരിയൻസ് ആയി. എന്തായാലും അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് അല്ല, അതായത് ഇപ്പോൾ നമ്മൾ കേദാർഗന്ധ ട്രക്ക് അടിച്ചു നോക്കുമ്പോൾ എല്ലാവരും പറയും ബിഗിനർ ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ. അതായത് ഫസ്റ്റ് 2 ദിവസം നമുക്ക് ഭയങ്കര ഫ്രീ. ഇതെന്താ വെച്ചാൽ ടോട്ടൽ 22 കിലോമീറ്റർ എത്ത ട്രക്കാണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി അറിയില്ല. പക്ഷേ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ അടിപൊളിയാണ്.
പക്ഷെ 3-ാമത്തെ ദിവസം സമ്മിറ്റ് കയറുന്നത് ഒരു 4 കിലോമീറ്റർ നല്ല സ്റ്റീപ്പ് കയറ്റം. അതേപോലെ തന്നെ അവിടെ ഏകദേശം ടെമ്പറേച്ചർ -5 to -10. അപ്പം ആ ഒരു ടെമ്പറേച്ചറിൽ ആ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ, അതായത് നമ്മൾ ബേസ് ക്യാമ്പ് 10,000 ഫീറ്റും ഏറ്റവും ടോപ്പ് 12,500 ഫീറ്റും. അപ്പം അത്രയും ഓൾട്ടിറ്റ്യൂഡിൽ കയറുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയി, നമുക്ക് കയറാൻ പറ്റുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡസ്റ്റും തണുപ്പും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രെപ്പൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ വരാനായിട്ട്. വല്ലാണ്ട് അങ്ങനെ ഈസി ഗോയിങ് ആണെന്ന് പറഞ്ഞില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. വോമിറ്റിങ്, മറ്റേ ഇതിൻ്റെ, അതേപോലെ തന്നെ തണുപ്പിൻ്റെ വിറയൽ കാര്യങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ടൈം എല്ലാവരും ബുക്ക് ചെയ്യുമ്പോൾ മഞ്ഞുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ പീക്ക് ടൈമിൽ ബുക്ക് ചെയ്യാതിരിക്കുക. അതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത്. ഇതുണ്ട് അവർ മത്തങ്ങയൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ സംഗരി വില്ലേജാണ്. ഇപ്പം ഇത് നമ്മൾ മറ്റേ വിൻ്ററിൽ ഇവരുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് ഇവിടുത്തെ മത്തങ്ങ. അതേപോലെ ഇവർ കൃഷി ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ വെജിറ്റബിൾ എന്ന് പറയുന്നത് മത്തങ്ങ. ഹിമാചൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽസ് അവരുടെ ഡ്രസ്സിങ്ങേ വേറെ കേട്ടോ. ഇവിടെ ഫുള്ള് എന്താണ് ഇതുപോലെ ഹോം സ്റ്റേസാണ്. ഈ ബേസ് ക്യാമ്പിൻ്റെ പല ഓരോ ട്രെക്ക് ഗ്രൂപ്പിൻ്റെ ബേസ് ക്യാമ്പ്. ഇപ്പോൾ സംഘ വില്ലേജ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നതാണ്. നമ്മൾ തിരിച്ച് ഡെഹ്റാഡൂൺ പോണതിന് മുമ്പ് ലാലു പൊറോട്ട ഒക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മളെല്ലാവരും ട്രക്കൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഡെഹ്റാഡൂണിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാവരും ചോദിച്ചോക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത്രയൊരു തണുപ്പ് നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചില്ല. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പ്. ഏകദേശം ഒരു -10 ഡിഗ്രി ഒക്കെ ഉണ്ടാവില്ലേ. അപാര സബ്മിറ്റായിരുന്നു നമ്മൾ ചെയ്തത്. പറയുകയാണെങ്കിൽ അപാര വ്യൂ ആയിരുന്നു. മുകളിൽ ചെല്ലുമ്പോൾ അപാര വ്യൂ ആണ്. ആ വ്യൂ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും റിസ്ക് നമ്മൾ എടുക്കുക തന്നെ വേണം. ഇതൊക്കെ പ്രോ ട്രക്കേഴ്സ് ആണ്. പ്രോ ട്രക്കേഴ്സിന്റെ അഭിപ്രായം പറയും. ഇല്ല, നമുക്ക് അടിപൊളിയായിരുന്നു. ഏതായാലും സബ്മിറ്റ് ആണെങ്കിലും അടിപൊളി, മുകളിലത്തെ വ്യൂ ആണെങ്കിലും കുറെ കൂടി ശ്വസിച്ചു. മുകളിലുള്ള വ്യൂ ഉണ്ട്, അതൊക്കെ അതിനെ കാണിപ്പിച്ച്. ജെഫിംബ്രൊക്കെ ആയിരുന്നു കേട്ടോ, ഒരു വേദനയും ഇല്ല. അതായത് കാലുവേദന, കൈവേദന, ബോഡി പെയിൻ അങ്ങനെ ഒന്നും ഉണ്ടായത് പറഞ്ഞില്ല. സൂപ്പറായിരുന്നു. ഹാർഡായിരുന്നു, പക്ഷെ എങ്കിലും ചെയ്യാൻ പറ്റി. വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് സബ്മിറ്റ് എത്താൻ പറ്റി. സബ്മിറ്റ് കുറച്ച് ഹാർഡായിരുന്നു, പക്ഷെ എങ്കിലും പറ്റി. അതുകൊണ്ട് സന്തോഷം. ആദ്യമായിട്ട് 12,500 അടി കീഴടക്കിയ ഞാനും എന്റെ തലയാണ്. അദ്ദേഹത്തിന് എന്താ പറയാള്, അങ്ങനെ പല സ്ഥലത്തുനിന്നും കേറി. ഇതിവിടുത്തെ എന്തൊരു സ്പെഷ്യൽ സ്നാക്കാണേ, പീനട്ടും നമ്മുടെ ഉള്ളിവടയൊക്കെ പോലെ പീനട്ട് വട ഉണ്ടാക്കിയ പോലെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐനാസിന്റെ ഡ്യൂപ്പ്, അതായത് ഐനാസിന്റെ സെയിം ഷേപ്പ് പക്ഷെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മറ്റേ പഫൊക്കെ പോലെയുള്ള സാധനം. അതുകൊണ്ട് അപ്പൊ നമ്മളിപ്പോ ട്രക്ക് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മെയിൻ ആളാണ് ഇത് സിബിൻ ബ്രോ. നമ്മുടെ ഫുൾ അഡ്വഞ്ചർ എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്. എൻ്റെ പേര് സിബിൻ, ഞാനൊരു മൗണ്ടൈനറാണ്, സർട്ടിഫൈഡ് മൗണ്ടൈനറാണ്. അപ്പം കേദാർനാഥ് ബേസ് ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ കൂടെ ട്രക്ക് ചെയ്ത് സൂര്യ. അടിപൊളി ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. സൂര്യയുടെ കൂടെയും ടീമിൻ്റെ കൂടെയും എല്ലാവരും ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. ഇപ്പോൾ തിരിച്ചിറങ്ങിയത് അവിടെ എത്തി. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്ന സൂര്യക്ക് ഞങ്ങളുടെ വക സ്പെഷ്യൽ താങ്ക്സ് ആണ്. നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം വീണ്ടും ഞങ്ങൾ ട്രയലിൽ കാണുന്ന എക്സ്പീരിയൻസ്. പിന്നെ നിങ്ങൾ ബിഗിനർ ഫ്രണ്ട്ലി ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കേദാർനാഥ് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കിംഗ് ആണ് നോക്കുന്നതെങ്കിൽ, ഹിമാലയൻ ട്രക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ കേദാർനാഥ്. ഇപ്പോൾ സ്നോ ഇല്ല, പക്ഷേ ഇനി സ്നോ വരും ദിവസങ്ങളിലേക്ക് സ്നോ വരുന്നുള്ള എക്സ്പെഡീഷനാണ്. നിങ്ങൾ എന്തായാലും വരിക. അപ്പൊ നമ്മൾ സിബിൻ ബ്രോയുടെ കോൺടാക്ട്സ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആരെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജും അവരുടെ അടുത്ത് ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഉള്ള ഒരുപാട് ട്രക്കിനും അവര് ലീഡ് ചെയ്യുന്നുണ്ട്. ആ, ഇത് പിന്നെ നമ്മുടെ മെയിൻ ആള് സൂരജ് ഭായ്. സൂരജ് ഭായ്
ഇവിടുത്തെ ലോക്കൽ ഗൈഡാണ്. അപ്പോൾ നമ്മളെ മുകളിൽ കൊണ്ടുവരുന്നത് വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളി കാരണമാണ് ഞങ്ങൾ കറക്റ്റ് സമയത്ത് സൺറൈസ് കാണുന്നതും തിരിച്ചെത്തണം. നമ്മൾ ഒറ്റ പ്രാവശ്യം കയറി ഇറങ്ങുന്ന സമയത്ത് പുള്ളി 4 പ്രാവശ്യം മുകളിൽ പോയി ഇറങ്ങും. അത്ര इदाने आप बताओ हमारे बारे में, हमारे साथ ट्रैकिंग कैसा था? अच्छा लगा मेरे को ट्रैकिंग, और काफ़ी अच्छे थे, अच्छे थे और पूरा बैच अच्छा था, और जिसमें काफ़ी फ्रेंड भी है जो अच्छे हैं, ब्रो है और सूर्य है। काफ़ी का मैं नाम नहीं जानता लेकिन शक्ल सबकी जानता हूँ। बेस्ट रहा। Thank you for coming. Sangri Range. Sangri Range. ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ? ഇതാണ് സാങ്ക്രി വില്ലേജിലെ ഷോപ്പ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല രസമാണ്. ഈ ഷോള് സാധനങ്ങളൊക്കെ ഉണ്ട്. ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇവരെല്ലാരും മറ്റേ ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിരിക്കുക. ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പൊക്കെ ഉണ്ടേ, പഹാഡി ക്യാപ്പ്. इसको क्या बोलते हैं? पहाड़ी कैप. പഹാഡി തൊപ്പിയൊക്കെ വാങ്ങിച്ച് ഇത് അടുത്ത പെരുന്നാൾ സമയത്ത് ഹാരിസ് ഇറക്കും. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സംഗ്രിയിൽ നിന്ന് ഡെഹ്റാഡൂണിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇനിയൊരു ഹോൾ 9 hour ജേർണിയാണുള്ളത്. ഈ ഓരോ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബസ്സിലിരുന്ന് ഇങ്ങനെ ലോങ് പോകുമ്പോഴുള്ള ഒരു ഫീലിംഗ് നൈസാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് മെമ്മറീസ്, ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ലോട്ട് ഓഫ് ലോവ്സ്. അതൊക്കെ നമ്മളിങ്ങനെ റിക്കളക്ട് ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യുന്നത് ഒരു അടിപൊളി ഫീലിംഗ് ആണ്. സോ പോകുന്ന പോലെ എനിക്ക് റിട്ടേൺ പോകുമ്പോൾ എനിക്ക് ആക്ച്വലി അത്ര ബോറടിച്ചില്ല. പക്ഷേ നമ്മൾ മറ്റേ ടെക്സ്റ്റ് ബുക്ക് ഡ്രോയിങ് സൺസെറ്റ് ആയിരുന്നു അത്. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ വരയ്ക്കുന്ന അതേപോലെ മലകൾക്കിടയിലുള്ളൊരു സൺസെറ്റ് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പുറത്ത് കൊക്കയില്ലേ? അല്ലോ വഴി തെറ്റിപ്പോയതാ. ഞങ്ങളിങ്ങനെ എത്താറായപ്പോഴാണ് ഒരു പണി കിട്ടിയത്. നമ്മൾ പോകുന്ന വഴിയിലൊരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഫുള്ള് റോഡേ ഇല്ല. ഇത് നമ്മൾ ആക്ച്വലി 3 ദിവസം മുന്നേ പോയ വഴി തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഭാഗ്യത്തിനാണ് ഇറങ്ങി നോക്കി. ആക്ച്വലി ആ ഒരു ഫ്രണ്ടിൽ ഇത് കണ്ടോ, അതിന് ഫ്രണ്ടിൽ ഇനി റോഡേ ഇല്ല. അവരൊരു ഹസാർഡ് ബോർഡോ അങ്ങനെ ഒന്നും വെച്ചിരുന്നില്ല. വിച്ച് ഇസ് വെരി ഡേഞ്ചറസ്. പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങി നോക്കി പിന്നെ ഫിഗർ ഔട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ നമ്മൾ ഡെഹ്റാഡൂൺ എത്തി. ഇറ്റ് വാസ് എ ലോങ് ജേർണി. ഇനി എല്ലായിടത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരും പിരിയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ ഡെഹ്റാഡൂണിലൊരു ഹാഫ് ഡേ എങ്ങനെയുണ്ടാവുന്നുള്ള വീഡിയോസൊക്കെ കാണാം. ഇതുവരെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.